ഹായ്, 4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1930 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര ചെലവ് വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഞാൻ ഹനീഫ്, അനുഗ്രാസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വീടിന്റെ 3D പ്ലാനും അതിന്റെ 2D പ്ലാനൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം ഇതിന്റെ ഏകദേശം നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം. ഇത് ഈ വീടിന്റെ 3D പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ലിവിംഗ് ഹാൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അടുത്ത കിച്ചൺ. 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകൾ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും വരുന്നത്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ചെറിയൊരു ബാൽക്കണി, ഒരു അപ്പർ ലിവിംഗ് സ്പേസ് എന്നിങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ 2D പ്ലാനാണ്. 1168 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. 352-150 സെന്റിമീറ്റർ എന്നതാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അടുത്ത ലിവിംഗ് ഏരിയ ആണ്. 360-504 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത്. ഇതായിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. 366-330 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ സൈസ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 366-332 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-366 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ ആയിട്ട് കിച്ചൺ കാണാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. 767 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഈ ഭാഗത്തായിട്ട് അപ്പർ ലിവിംഗ് സ്പേസ്, ഇവിടെ ആയിട്ട് ബാൽക്കണി കാണാവുന്നതാണ്. 366-332 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. 360-354 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. വീടിന്റെ പ്ലാനും ഡിസൈനുകളൊക്കെ കണ്ടല്ലോ. നമുക്ക് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരുമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ, എർത്ത് വർക്ക് 18,000 രൂപയോളം വരുന്നുണ്ട്. റബിൾ വർക്ക് 1,96,000, ബെൽറ്റ് കോൺക്രീറ്റ് 80,000. അങ്ങനെ 2,95,000 രൂപയാണ് ബെൽറ്റ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ചെലവ് ഏകദേശം പ്രതീക്ഷിക്കേണ്ടത്. ഇത് നമ്മുടെ സോയിൽ കണ്ടീഷൻ അനുസരിച്ച് ഈ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അടുത്ത എർത്ത് ഫില്ലിങ് 73,000, ഫ്ലോർ കോൺക്രീറ്റിങ് 66,000, ബ്രിക്ക് വർക്ക് 5,80,000, ലിൻഡല് ബീം സൺഷെയ്ഡ് 2 ലക്ഷം, റൂഫ് സ്ലാബ് 5,36,000. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ 17,54,000 രൂപയോളം നമ്മൾ ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് പ്ലാസ്റ്ററിങ് 3,96,000, പെയിന്റിങ് 3,39,000, ടൈൽ വർക്ക് 4,10,000, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 3,92,000, ഡോർസ് ആൻഡ് വിൻഡോസ് 4,35,000. മിസലേനിയസ് എക്സ്പെൻസ് ആയിട്ടൊരു 1 lakh കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകെ 38,28,000 രൂപയാണ് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം വരുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ 1,978 രൂപയാണ് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് പെർ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇത് എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. നമ്മളുടെ സൈറ്റ് കണ്ടീഷനും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വീടിന്റെ ബജറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇത് ഏകദേശം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോസ്റ്റ് എന്തായാലും ഈ വീടിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.